തോമസ് ഐസക് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ പത്തനംതിട്ടയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചിത്രം ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് ആദ്യമായാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാനെത്തുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തി മാസങ്ങൾക്ക് മുമ്പ് തന്നെ തോമസ് ഐസക് മണ്ഡലത്തിൽ സജീവമായിരുന്നു. പരമ്പരാഗതമായി UDFന് അനുകൂല മണ്ഡലമായിരുന്നെങ്കിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം മണ്ഡലത്തിൽ മുന്നണി നേടിയ നേട്ടമാണ് LDFന് പ്രതീക്ഷ നൽകുന്നത്. കോട്ടയത്തെ 2 മണ്ഡലങ്ങളായ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ടയിലെ 5 ഉൾപ്പെടെ ആകെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത്. ഇതിൽ 7ഉം LDFന്റെ കൈകളിലാണ്. പത്തനംതിട്ടയിൽ CPM ജില്ലാ ഘടകത്തിന്റെ ചുമതലയും 1 വർഷമായി തോമസ് ഐസകിന്റെ കൈകളിലുണ്ട്. പത്തനംതിട്ട കൂടാതെ എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിലും തോമസ് ഐസകിന്റെ പേര് പരിഗണിച്ചിരുന്നു. ഇതിൽ പാർട്ടിക്കും തോമസ് ഐസകിന് താല്പര്യം പത്തനംതിട്ട തന്നെയായിരുന്നു. മുൻ റാന്നി MLA രാജു എബ്രഹാമിന്റെ പേരും പത്തനംതിട്ടയിൽ ഉയർന്നു കേട്ടെങ്കിലും ഐസക്കിന് തന്നെ നറുക്കു വീഴുകയായിരുന്നു. UDFൽ നിന്നും ഇത്തവണയും ആന്റോ ആന്റണി തന്നെയായിരിക്കും മത്സര രംഗത്തുണ്ടാവുക. കഴിഞ്ഞ 3 തവണയും പത്തനംതിട്ടയിൽ നിന്നും വിജയിച്ച ആന്റോ ആന്റണി തുടർച്ചയായ 4ാം തവണയാണ് ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നത്. ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ സിറ്റിംഗ് MLAമാരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം ആന്റോ ആന്റണിക്ക് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. BJP സ്ഥാനാർത്ഥിയായി PC ജോർജും സജീവമായി പരിഗണനയിലുണ്ട്. അനിൽ ആന്റണിയുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും ചർച്ചകൾ ഇപ്പോൾ PC ജോർജിലേക്ക് ഒതുങ്ങിയെന്നാണ് സൂചന. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായി തന്നെ BJP പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചതായും PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജനപക്ഷം സർക്കുലർ നേതാവും 7 വട്ടം MLAയുമായ PC ജോർജ് BJPയിലെത്തിയതോടെ കേരള രാഷ്ട്രീയം അല്പം കൂടെ ചൂടുപിടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിവരുന്ന നേതാവാണ് PC ജോർജ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ BJPക്കെതിരായി നടക്കുന്ന പ്രചാരണങ്ങളെ PC ജോർജിന്റെ പ്രവേശനം തുറന്നു കാട്ടുമെന്നും BJP നേതൃത്വം ഏറെ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി PC ജോർജ് എത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ജനപക്ഷം BJP സഖ്യത്തിന്റെ ഭാഗമായ സ്ഥിതിക്ക് ഇതിനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് പത്തനംതിട്ടയിൽ മികച്ച വോട്ട് നേടാൻ കഴിഞ്ഞെങ്കിലും വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. ക്രൈസ്തവ വോട്ടർമാരെ ആകർഷിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന വിലയിരുത്തലിലാണ് BJP ദേശീയ നേതൃത്വം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PC ജോർജിനെ പരിഗണിക്കുന്നത്.